ഹരേ ബ്രഹ്മാർപ്പണമസ്തു. എവർക്കും ശ്രീമദ് ഭാഗവത തത്വസമീക്ഷയിലേക്ക് ഭക്ത്യാദരപൂർവം സകർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് സജ്ജനങ്ങൾ ഈ വീഡിയോ ശ്രമിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. എല്ലാവരും ശുഭ ചിന്തനത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും സന്തോഷപൂരിതമായിട്ടുള്ള നിത്യധ്യാനങ്ങളാണ് എന്ന് ഏവർക്കും ശുഭചിന്തനത്തോടുകൂടി പ്രതിപാദ്യ കഥാസാഗരത്തിലേക്ക് നമുക്കങ്ങോട്ട് സഞ്ചരിക്കാം. മുൻ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് പരീക്ഷിത് മഹാരാജന് അദ്ദേഹത്തിന് ശാപം കിട്ടുവാനുള്ള കാരണം എന്താണ് എന്ന് ചോദിക്കുകയും അത് ചോദിച്ചത് ശൗനകാദി ഋഷീശ്വരന്മാർ സൂതബ്രഹ്മർഷിയോട്. അന്നേരം അതിന് സൂതബ്രഹ്മർഷി ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പരീക്ഷത്തിൻ്റെ ഇഷ്ടവിനോദങ്ങളെക്കുറിച്ച് പ്രതിപാദ്യം ചെയ്യുകയും അത് പ്രകാരമുളവായ ദുഃഖപൂരിതമായിട്ടുള്ള മനസ്സോടുകൂടി തൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങണ പരീക്ഷിത് മഹാരാജൻ ഇതേ സമയം പരീക്ഷിത് മഹാരാജൻ പോയതിന് ശേഷം ആശ്രമഭാവത്തിലുള്ള ഋഷിവര്യൻ, അദ്ദേഹത്തിൻ്റെ നാമധേയം എന്ന് പറയുന്നത് ശമീഖൻ എന്ന മഹർഷിവര്യനായിരുന്നു. ശ്രീമദ് ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെ ഓരോ വാക്കിനും അനേക തലത്തിലുള്ള അർത്ഥതലങ്ങളാണ്. ശമീഖൻ എന്ന് പറയുമ്പോൾ ശമത്തെ എന്തിനെ? ഇന്ദ്രിയങ്ങളെ സ്വയം നിയന്ത്രിക്കുവാൻ കഴിവുള്ളവൻ എന്നാണ്. കാരണം ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചവൻ, ഇന്ദ്രിയ നിഗ്രഹം നടത്തിയവൻ എന്നുള്ള അർത്ഥം വരും. രാവൻ എന്ന് വിളിക്കണ ആ ഒരു ഭാവം ആർക്കും ഒരു നീചമായിട്ട് കണക്കിലെടുക്കേണ്ട. ഞാൻ അർത്ഥതലത്തെ പറഞ്ഞപ്പോൾ അങ്ങനെ വ്യാഖ്യാനം ചെയ്തു എന്ന് മാത്രം. ഒരു ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത ശമീക മഹർഷി അദ്ദേഹമായിരുന്നു അവിടെ ഭഗവാനെ, വിഷ്ണു ഭഗവാനെ അങ്ങോട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ആത്മാരാധന നടത്തുകയാണ്. ആയതു മുഖാന്തിരമാണ് പരീക്ഷിത് മഹാരാജൻ വിളിച്ച സമയത്ത്, അല്ലെങ്കിൽ ജലം തരൂ എന്ന് പറഞ്ഞ സമയത്ത് ഇന്ദ്രിയങ്ങൾ, ശ്രവണേന്ദ്രിയങ്ങൾ നിഗ്രഹിച്ച്, അതേപോലെ തന്നെ ദൃഷ്ടി, കാണുവാൻ പറ്റുന്ന ആ അവസ്ഥ, അതിനെയും നിഗ്രഹിച്ച്, സ്പർശന സുഖങ്ങൾ അതിനെയും നിഗ്രഹിച്ച് എല്ലാ ഇന്ദ്രിയങ്ങളെയും നിഗ്രഹിച്ചിരിക്കുന്ന അവസ്ഥയാകയാൽ അതാ ഇവിടെ ശമീകൻ എന്നുള്ള നാമധേയം വന്നിരിക്കുന്നത്. അദ്ദേഹം ഈ ചെയ്ത കർമ്മങ്ങളൊന്നും അറിയണില്ല. ഈ സമയത്താണ് ശമീക മഹർഷിയുടെ ഒരു ശിഷ്യൻ, അനേക ശിഷ്യഗണങ്ങളാൽ പൂരിതമായിട്ടുള്ള ആശ്രമമാണ്, ഒരു ശിഷ്യൻ ഋഷീശ്വരൻ്റെ അരികിലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് വളരെ കൗതുകം തോന്നി എന്നുള്ളതാണ്. കാരണം വിദ്യ അഭ്യസിക്കുന്നതിനായിട്ട് മാതാപിതാക്കൾ ആശ്രമത്തിൽ കൊണ്ട് നിർത്തിയിരിക്കുക. അന്നേരം ശിക്ഷണ നടപടികൾ ഒക്കെ കാണും. ഈ ശിക്ഷണത്തിൽ ഒരു ഗുരുവിൻ്റെ മനസ്സ്
താൻ പഠിപ്പിക്കണ അല്ലെ താൻ അഭ്യസിപ്പിക്കണ കുഞ്ഞുങ്ങളെല്ലാം നല്ല രീതിയിൽ മുന്നോടിയായിട്ട് പോകണമെന്നുള്ള ചിന്തയാണ്. ആയതുകൊണ്ട് ചിലപ്പം എന്തു സംഭവിക്കും? ശിക്ഷണ നടപടികൾ ക്രൂരമായിരിക്കും. ആയതുമൂലം കൊണ്ട് തന്നെ ഈ വന്നിരിക്കണ കൃഷൻ എന്ന ശിഷ്യൻ, കൃഷൻ എന്ന നാമധേയം വളരെ ചെറുത്, ഏറ്റവും ചെറുതായത് എന്നാണ്. കൃശഗാത്രൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? ഇവിടെ ഭാഗവതം പ്രതിപാദിച്ചിരിക്കുന്നത് എന്തിനെയാണ്? മനസ്സ് താഴ്ന്നവൻ. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളവരുണ്ട്. മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് രസിക്കുക, അതൊരു വിനോദമായിട്ടെടുത്തിരിക്കണം. ഒട്ടേറെ സജ്ജനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. ഒരു കൃഷ്ണനാണ് വന്നിരിക്കുന്നത്. കൃഷ്ണൻ വന്ന് കണ്ട മാത്രയില്ല, എന്താ അതീവ സന്തോഷപൂരിതമായ മനസ്സോടുകൂടിയാണ് അദ്ദേഹം നേരെ അങ്ങോട്ട് ശിക്ഷണങ്ങളെല്ലാം ഒരുമിച്ച് ധന്യമായിട്ടുള്ള രീതിയിൽ കളിക്കണ ആ സ്ഥാനത്തേക്ക് ഗമിക്കണത്, അവിടേക്ക് പോകണത്. കാരണം എല്ലാവരും നിലനിൽക്കണ ആ സാഹചര്യ സന്നിധിയിൽ നേരെ ശമീക ശിഷ്യൻ, ശമീക മഹർഷിയുടെ പുത്രനായിരിക്കണം ശൃംഖി എന്ന തൻ്റെ സതീർത്ഥ്യനുമായ കുമാരനോട് പറയുകയാണ്, ശൃംഖി, ശൃംഖാരമുള്ളവൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് എന്തു പറഞ്ഞാലും പെട്ടെന്ന് എടുക്കുക, അതിലൂടെ ഉണ്ടാകുന്ന ദുഷനുഭവങ്ങളാണ്. കാള പറ്റുമെന്ന് കേട്ടാൽ കയറെടുക്കണ ഭാവം വളരെ മനോഹരമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ശൃംഖിയുടെ അടുക്കലാ ചെന്ന് പറയുക, അല്ലയോ ശൃംഖി, നിന്റെ പിതാവ് ശിവസാരൂപ്യഭാവത്തിലായിരിക്കണോ, ശിവസ്വരൂപമായിരിക്കണം. അതും മുഖമൊക്കെ അങ്ങോട്ട് പൊത്തി അങ്ങോട്ട് പിടിച്ചുകൊണ്ടാണ് പറയണത്. ഇത് കേട്ടപ്പോഴ് സന്തോഷപൂരിതമായ മനസ്സോടുകൂടി ശൃംഖി എന്ന കുമാരൻ നേരെ പിതാവിൻ്റെ അടുക്കിലേക്ക് ഓടുക. ഓടിച്ചെന്ന മാത്രയിൽ ആ പുത്രന് തൻ്റെ പിതാവിൻ്റെ അവസ്ഥ കാണുവാൻ വളരെയധികം വിഷമം തോന്നി എന്നുള്ളതാണ്. കാരണം അഴുകിയ ഒരു നാഗത്തിൻ്റെ ശവശരീരവുമായി ദുർഗന്ധം വമിക്കണ ആ ശരീരം കഴുത്തിലിട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കണം. പിതാവിൻ്റെ ആ ഒരു ഗതി വളരെ മനസ്സ് വേദനയോടുകൂടി ശൃംഖി അവിടെ നിന്ന് ഒരു പ്രതിജ്ഞ അങ്ങോട്ട് എടുക്കുകയാണ്. ഈരേഴുലകം ഭരിക്കണ നൃപ്പനായിരുന്നാലും ഭരണാധികാരിയായിരുന്നാലും ഈ വിധത്തിലുള്ള അധർമ്മത്തെ പ്രകടിപ്പിച്ച അവൻ ഇന്നേക്ക് 7-ാം നാൾ തക്ഷകനാകണം, സർപ്പശ്രേഷ്ഠനാൽ മൃത്യു വരിക്കട്ടെ എന്ന്. ഈ ഉഗ്രജൽപ്പനമാണ് ശൃംഖിയുടെ അധരത്തിൽ നിന്ന് സ്ഫുരിച്ചത്. ആ ശാപവാക്കുകൾ പ്രകൃതി നടുങ്ങുമാറാണ് ഉളവായത്. അതിൽ നിന്നും ഉളവായ സ്ഫോടന ഭാവങ്ങളാൽ ഞെട്ടിത്തെറിച്ചെണീറ്റ ശമീകൻ ചോദിച്ചു,
അല്ലയോ പുത്ര, എന്താണ് സംഭവിച്ചിരിക്കുന്നത്, എന്താണ് പറ്റിയിരിക്കുന്നത്? അപ്പോഴാണ് തൻ്റെ ശരീരത്തിൽ കിടക്കണ നാഗത്തിൻ്റെ ജഠം അങ്ങോട്ട് കാണണത്. കാര്യങ്ങളെല്ലാം ഗ്രഹിച്ച താപസൻ ശമീക മഹർഷി പുത്രൻ്റെ അടുക്കൽ പറഞ്ഞു, നീ ചെയ്തത് അപരാധമായിപ്പോയി മകനെ. നീ ബ്രാഹ്മണനാ, ബ്രഹ്മത്തെ അറിഞ്ഞവനാ. യോഗസ്ഥാപോ ധമോധാനം സത്യം ശൗചം ദയാശ്രിതം വിദ്യാം വിജ്ഞാനം വാർദ്ധക്യമേതസാം തത് ഇതി ബ്രാഹ്മണ ലക്ഷണ എന്നാണ് ശാസ്ത്രം. യോഗിയായിരിക്കണം, നല്ല മനസ്സുള്ളവനായിരിക്കണം, ദാനം ചെയ്യുവാൻ കഴിവുള്ളവനായിരിക്കണം, സർവശാസ്ത്രങ്ങളിലും അഗാധ പാണ്ഡിത്യമുള്ളവനായിരിക്കണം. കൂടാതെയോ മറ്റുള്ളവരുടെ സ്നേഹം പിടിച്ചു പറ്റുവാനും അത് നൽകുവാനും കഴിവുള്ളവനാകണം. കൂടാതെ ദുഃഖിതരായവരെ സമാധാനിപ്പിച്ച് ഈശ്വര കർമ്മവിധാനത്തെ കാണിച്ചു കൊടുക്കണം. അങ്ങനെയുള്ളവരാണ് ബ്രാഹ്മണൻ. പക്ഷേ നീ ചെയ്തിരിക്കണതോ, എന്താണ് ചെയ്തിരിക്കുന്നത്? വളരെയധികം ബ്രാഹ്മണ കുലത്തിന് തന്നെ നീചമായി തോന്നണ ശാപമാണ്, ഉഗ്രശാപമാണ് കൊടുത്തിരിക്കുന്നത്. 7-ാം നാൾ മൃത്യു വരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ പുത്ര. നമ്മളുടെ ഗ്രഹത്തിലേക്ക് ഒരാൾ ആദ്യമായിട്ട് വരുമ്പോൾ അതിഥിയാണ്. ആ അതിഥി ആരായിരുന്നാലും, രാജനായിക്കോട്ടെ, മൃഗമായിക്കോട്ടെ, പക്ഷിയായിക്കോട്ടെ, എന്തു തന്നെ ആയിരുന്നാലും ആതിഥേയ ഭാവത്തിൽ സ്വീകരിച്ചിരുത്തി പൂജനം ചെയ്യണമെന്നുള്ളത് ശാസ്ത്രമാണ്. ബ്രാഹ്മണന് ആയതുകൊണ്ട് നീ ചെയ്തത് ഉചിതമാണോ? മനസ്സ് വളരെയധികം പതറിപ്പോയി ശമീക മഹർഷിയുടെ. അല്ലയോ പുത്ര, ഇതിന് പ്രായശ്ചിത്തം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ബ്രഹ്മഹത്യാ പാപാദികളാൽ നമ്മുടെ കുലം നശിക്കും എന്നുള്ളതിന് തർക്കമില്ല. അതിനായിട്ട് പോംവഴി ആലോചിക്കുകയാണ് ശമീക മഹർഷി. ഇവിടെ ശമീകനാകണ മഹർഷി ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിഗ്രഹിച്ച് പരമമായ അർത്ഥതലങ്ങളിലൂടെ തൻ്റെ ശരീരത്തിൻ്റെ എല്ലാ രസഭാവങ്ങളെയും ഇല്ലാതെയാക്കിയിരിക്കുന്നു. അങ്ങനെ ആ ഭഗവാനെ പൂജിക്കുവാൻ മനസ്സ് വ്യഗ്രതയായി നിലനിന്നത്. എന്നിട്ട് കൂടി ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ദൂഷ്യമായിട്ടുള്ള കർമ്മമല്ലേ അവിടെ നടന്നിരിക്കുന്നത്. മനസ്സിൽ ഭഗവാൻ വാണിരിക്കണ സമയത്ത് പോലും ശരീരത്തിന് ഏറ്റ ആഘാതം എന്താണ്? നീചമായ ശവശരീരത്തെ വഹിക്കേണ്ടുന്ന അവസ്ഥ. ഭാഗവതം പറയുകയാണ്, അല്ലയോ മനുഷ്യ, പ്രവൃത്തികൾ വന്നു ചേരുമ്പോൾ, നല്ല പ്രവൃത്തികൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നീചമായുള്ളത് നമ്മളെ തേടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ മനസ്സ് പതരരുത്. അതീവ ശ്രദ്ധയോടുകൂടി നിന്റെ ലക്ഷ്യം എവിടെയാണോ അവിടേക്ക് അങ്ങട് മനസ്സിനെ അങ്ങട് മുറുകെ ഈശ്വരനെ സാക്ഷ്യമാക്കി അങ്ങോട്ട് പിടിക്കുക. ലക്ഷ്യസ്ഥാനത്തെത്തണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ശരീരം എന്നുള്ളത് സ്ഥായിയായിട്ട് നിലനിൽക്കണമല്ല. അതൊരിക്കൽ എവിടെ നിന്നാണോ യാത്ര തിരിച്ചിരിക്കുന്നത് ആ സ്ഥാനഭാവത്തിലേക്ക് പോകുവാനുള്ള സമയം ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ
വിധങ്ങളായിട്ടുള്ള ചരാചരങ്ങൾക്കും പറഞ്ഞിട്ടുള്ളതാകണം. ഇത് ശരീരത്തിൻ്റെ പരിപൂർണതയല്ല, ഇവിടെ മനസ്സിനെയാണ് ഉണർത്തേണ്ടുന്നത് അല്ലെ ഉയർത്തേണ്ടുന്നത്. ആ മനസ്സ് ഉണർന്നു കഴിഞ്ഞാൽ ശരീരത്തിനുളവാകണതെല്ലാം നിഷ്ഫലമായി പോകും എന്നുള്ളതിനകത്ത് തർക്കമില്ല. കാരണം മനസ്സുണരുക, കാരണം നമ്മുടെ മനസ്സിനെ ഉണർത്തി അങ്ങോട്ട് എടുക്കുക. സർവ പ്രതിസന്ധികളെയും നിരാകരിച്ച് മുന്നേറുവാൻ നമുക്കതിന് സാധിക്കും എന്നുള്ളതാണ്. അത്രയും പവിത്രമാണ് നമ്മുടെ മനസ്സിൻ്റെ ശക്തി എന്നാണ്. മനസ്സുത്തമമാണ് എന്നുണ്ടെങ്കിൽ കുടിലിൽ പിറവിയെടുത്താലും നൃപനെ പോലെ ജീവിക്കുവാൻ സാധിക്കും. സൂര്യചന്ദ്രാദികളെ പോലെ ശോഭിക്കുവാൻ കഴിയും. നല്ല താമര പോലെ എല്ലാവരിലും ആകർഷണീയത ഉളവാകും, വശ്യതയുളവാകും. നറുതേൻ പോലെ ഏതൊരു വ്യക്തികളിലും നമ്മുടെ സംഭാഷണങ്ങൾ അഗാധമായ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങും. ഭാഗവതം പറഞ്ഞു തരണത് വളരെയധികം ശ്രദ്ധയോട് വീക്ഷിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റൊന്നിലേക്ക് പോകേണ്ടുന്നതായിട്ടുള്ള കാര്യമില്ല. ശ്രീമദ് ഭാഗവതം തന്നെ മതി. ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെയുള്ളവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. ഇതിൻ്റെ തുടരെയുള്ള ഭാഗം ഓരോരോ വീഡിയോകളിലായി നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ്. നിങ്ങളുടെ നല്ല മനസ്സിൻ്റെ താല്പര്യം ഉളവാകുകയാണ് എന്നുണ്ടെങ്കിൽ ശ്രീമദ് ഭാഗവതം അതിൻ്റെ പരിപൂർണതയിൽ അത്യന്തം ധർമ്മഭാവത്തോടുകൂടി വിവരിക്കുവാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് മൊബൈലിൽ കൂടിയാണ് ഈ ഒരു കർമ്മം അങ്ങോട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ചെറിയ ചെറിയ തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. അതായത് ഇത് വീക്ഷിച്ച എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി, നമസ്കാരം.